നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെ നേരിട്ട് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. ഇപ്പോഴിതാ ഇന്ത്യ 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്കുള്ള വിമാന വിലക്ക് ജനുവരിയിൽ നീക്കുമെന്ന പ്രചരണം നിഷേധിച്ച് വ്യോമയാന വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനമില്ലാത്തതാണ്. അത്തരത്തിൽ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. പട്ടികയിൽ പുതിയ രാജ്യങ്ങളെ ചേർക്കാനോ ഏതെങ്കിലും രാജ്യങ്ങളെ ഒഴിവാക്കാനോ തീരുമാനിച്ചിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. കോവിഡ് വ്യാപനം വിലയിരുത്തി മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് എയർവേസ്, ജസീറ എയർവേസ് എന്നിവ സമർപ്പിച്ച നിർദ്ദേശം പഠിക്കുമെന്നും നേരത്തെ പ്രധാനമന്ത്രിയും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഷഹാബ് ഖാലിദ് അൽ ഹമദ് അസ്ബാഹ് കുവൈറ്റ് എയർവേസ്, ജസീറ എയർവേസ് മേധാവികളുമായും വ്യോമയാന വകുപ്പ് മേധാവിയുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. 7 ദിവസം യാത്രക്കാരൻ സ്വന്തം ചെലവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥയോടെ കുവൈറ്റിലേക്ക് നേരിട്ട് വരാൻ അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് വിമാന കമ്പനികൾ മുന്നോട്ട് വെച്ചത്. അതേസമയം കുവൈറ്റിൽ കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഗാർഹിക തൊഴിലാളി വിസ അനുവദിക്കൽ പുനരാരംഭിക്കാൻ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ മന്ത്രിസഭയ്ക്ക് മുന്നിലാണ്. മാൻ പവർ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ധനമന്ത്രാലയം എന്നിവയ്ക്ക് നിർദ്ദേശത്തോട് എതിർപ്പില്ല എന്നാണ് അറിയുന്നത്. രാജ്യത്ത് ഗാർഹിക തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസേഴ്സ് യൂണിയനാണ് വിസ നടപടികൾ പുനരാരംഭിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. റിക്രൂട്ട്മെന്റ് നിലച്ചിരിക്കുകയും അവധിക്ക് നാട്ടിൽ പോയ തൊഴിലാളികൾ തിരിച്ചുവരാൻ കഴിയാതിരിക്കുകയും ചെയ്തതോടെ ഉടലെടുത്ത ക്ഷാമം അനധികൃത റിക്രൂട്ട് ഓഫീസുകൾ ചൂഷണത്തിന് അവസരമൊരുക്കുന്നതായാണ് റിപ്പോർട്ടുള്ളത്. സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിച്ച് മറിച്ച് വിൽക്കുകയാണ് ഇത്തരം ഓഫീസുകൾ. ദിവസവേതനത്തിനും മണിക്കൂർ അടിസ്ഥാനത്തിലും ജോലി എടുപ്പിക്കുന്നു. ഇത് നിയമവിരുദ്ധമാണ്. വൻ തുകയാണ് ഓഫീസുകൾ വാങ്ങുന്നത്. വീട്ടുടമസ്ഥരിൽ നിന്ന് 300 മുതൽ 400 ദിനാർ വരെ മാസം വാങ്ങുന്നതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇതിന്റെ 4/1 മാത്രമേ തൊഴിലാളികൾക്ക് നൽകുന്നുള്ളൂ. അവധിക്ക് പോയ ഗാർഹിക തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ നിന്ന് തൊഴിലാളികൾ വന്നു തുടങ്ങി. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ത്യയിൽ നിന്നുള്ള വരവ് ആരംഭിച്ചിട്ടില്ല. ഇത് വൈകാതെ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.